ആരെയും കാണില്ലല്ലോ അല്ലേ? ആരെയും കാണില്ല. ചേട്ടാ, ഒരു ഓൾഡ് മോഡൽ വണ്ടി വരണ്ടട്ടാ. എവിടെ? അത് ജാമ്പവാന്റെ കാലത്തെ വണ്ടിയണ്ട, തള്ളേണ്ട. ഏയ്, ചേട്ടന് നല്ല മേച്ച, അത്ര വഴക്കൊന്നുമില്ല. എന്തായിരുന്നു മുട്ടി നോക്കാലേ? ചേട്ടൻ ധൈര്യമായിട്ട് നോക്ക ചേട്ടാ, ഞാനില്ല ഇവിടെ. സുധാരസപ്രിയേ മനോമോഹിനി ദുഃഖവർണ്ണങ്ങൾ ചൂടുന്നതെന്തിനു നീ? അവന്റെ ഒരു സുധാരസപ്രിയ ചാവാനായി തെണ്ടി. വേണ്ടായിരുന്നല്ലേ, ഒരു കൾച്ചറില്ലാത്ത സാധനം. അതല്ല, ചേട്ടന് കുറച്ച് ആക്രാന്തം കൂടി. പ്രവി, ദേ വരണം. ഇത് ഞാൻ സെറ്റാക്കും. ചേട്ടന് കിട്ടിയത് പോരെ, ഇതൊക്കെ എങ്ങനെ സെറ്റാക്കണം എന്ന് ഞാൻ കാണിച്ചുതരാം. നിനക്ക് എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാട്ടാ. ഒന്ന് പോ ചേട്ടാ, ഇത് ഓൾഡ് മോഡൽ വണ്ടി ഒന്നല്ല, ചേട്ടൻ എന്നെ കണ്ടുപിടിക്ക്. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയസഖി എന്തേ മൗനം. നശിപ്പിച്ച് ഞാൻ പറഞ്ഞതാണ് എനിക്ക് വിട്ടുതരാൻ. ചേട്ടാ, അവള് സെറ്റാ. എന്നിട്ടാണ് അവള് മുട്ടി തീ പിടിച്ച പോലെ ഓടിയത്. അത് പിന്നെ അച്ഛൻ്റെ പ്രായമുള്ള ആള് നിൽക്കുമ്പോ എങ്ങനെയാണ്? ചേട്ടൻ നോക്കിക്കോ, അവളെ വളച്ച് ഞാൻ ചേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവരും. ഹലോ, പറയടി. നീ തിരക്കിലാണോ? അല്ലടി, ഞാൻ പ്രാക്ടീസ് ചെയ്യാ. നീ പറഞ്ഞോ. നീ ഒരു ഹെൽപ്പ് ചെയ്യണം. നീ കാര്യം പറ. ഞങ്ങൾ പോണ വഴിയിൽ 2 വായി നോക്കിയാലുണ്ട്, ഭയങ്കര ശല്യം. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ ഷെയ്ജിയെ? നീ വിചാരിക്കണ പോലല്ല, ഒരു കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കണ കിഴവനും. കിളവനാ? ആ, പിന്നെ കൂടെ ഒരു കിഴങ്ങൻ വായി നോക്കും. ഭയങ്കര ശല്യം, പേടിയായിട്ട് പാടില്ല അതിലേ പോവാൻ. അത്രയ്ക്ക് പ്രശ്നമോ? എന്നാ നമുക്ക് ശരിയാക്കാം. ചേട്ടാ, ദേ ഒരു കിളി വരണ്ടട്ടാ. ഇത് എനിക്കിട്ടാ, നേരത്തെ നീ എടുത്തില്ലേ? ചേട്ടന് നാണില്ലേ? ഇതൊക്കെ ന്യൂജൻ പിള്ളേരാണ്, ഇവരൊക്കെ ചേട്ടന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ചേട്ടാ കണ്ട, അവള് കൊത്തി. ശരിയാണ്, നീ ഒന്ന് മുട്ടി നോക്ക്. മുട്ടി നോക്കാലേ? അല്ല പിന്നെ ഇതൊക്കെണ്ട മുട്ടാലേ അപ്പേ? നീ ധൈര്യമായിട്ട് മുട്ടി നോക്ക്, ഞാനില്ല ഇവിടെ. അയ്യോ.